Good afternoon. Good afternoon, ma'am. 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 എല്ലാവർക്കും Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. കഴിച്ചു, മാം. ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? സുഖായിരിക്കുന്നു. മാമിന് സുഖമാണോ? ആ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ചുമയുണ്ട്. വേറെ കുഴപ്പമില്ല. മെഡിസിൻ എടുത്തോ? ഈ മെഡിസിൻ ഒന്നും എടുത്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ മാം. ഓക്കെ, തയ്യാറ്, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. പ്രയർ ചെയ്തോളൂ. റെഡി അല്ലേ? പ്രയർ. സുറുമി വന്നിട്ടില്ലേ? സുറുമി അവളില്ലാന്നാ തോന്നണത്. വേറെ ആരെങ്കിലും ചെയ്താൽ മതി, സുറുമി ആബ്സെന്റ് ആണെങ്കിൽ. ഇനി ഞാൻ ചെയ്യാം മാം. ഞാൻ പ്രയർ ചൊല്ലണോ? ചെയ്തോളൂ കേട്ടോ. ഒരുമിച്ചുണരാം, ഒരുമിച്ചുയരാം, പുതിയൊരു പുലരി ഒരുക്കാം. കാണണമിനി നാം കിനാവിലെല്ലാം ഒരുമയുയർത്തും കാലം. അതിരുകളില്ലാത്തരുവികളായി വന്നൊഴുകാം, വലിയൊരു പുഴയാകാം. കഥകൾ പറഞ്ഞും കരളു പകത്തും തമ്മിൽ തണലായി മാറിയിടാം. തള്ളണമിനിയും മുള്ളുകൾ പലതും കൊള്ളാമെന്നതു കേട്ടിടാം. നിറയട്ടെന്നും മാനവഹൃത്തുകൾ നമ്മൾ തെളിച്ച വെളിച്ചത്താൽ. ഒരുമിച്ചുണരാം, ഒരുമിച്ചുയരാം, പുതിയൊരു പുലരി ഒരുക്കാം. കാണണമിനി നാം കിനാവിലെല്ലാം ഒരുമയുയർത്തും കാലം. ഇത് ഞങ്ങളുടെ കുടുംബശ്രീത്തെ പ്രയറാ. എന്താ
എന്തായിരുന്നു ലിയ പറഞ്ഞത്? കേട്ടില്ല. കുടുംബശ്രീത്തെ പ്രയർ ആണ്. കുടുംബശ്രീന്റെ പ്രയർ ആണ്. ആ ഓക്കെ, അടിപൊളിയാണ് കേട്ടോ. ആ. നിങ്ങള് ഇത് കുടുംബശ്രീ മീറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഇത് ചെയ്യാറുണ്ടോ? ആ ആ എല്ലാ ആഴ്ചയും അല്ലേ? ആ അപ്പോഴാണ് ഇത് പഠിക്കുള്ളൂന്ന് വിചാരിച്ചിട്ടേ എപ്പോഴും ചെയ്യും. ആ ഓക്കെ ഓക്കെ, എന്തായാലും നന്നായിട്ടുണ്ട്. എവിടെയാണ് ലിയയുടെ വീട്? എവിടെയാ? തൃശ്ശൂര്. തൃശ്ശൂർ എവിടെയാ? പൂരകത്ത്. പൂരകം. ആ സൈൻ ഇൻ ചെയ്തോളൂ. Good afternoon, everyone. Respected Disha and my dear friends. ഇന്ന് ജിഷ മിസ്സിന്റെ ക്ലാസ് ആണ്. ഞാൻ ഇതുവരെ മാമിന്റെ ക്ലാസ് കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് കയറുന്നത്. ക്ലാസ് എങ്ങനെയാണെന്ന് അറിയാൻ ആ ക്ലാസ്സിൽ എല്ലാവരും പങ്കുചേരാനും വേണ്ടി ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. വെൽക്കം ജിഷ മിസ് ആൻഡ് വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്. താങ്ക് യു. ജിഷ മിസ്സിന്റെ ക്ലാസ് അല്ല കേട്ടോ. ജിഷ മിസ്സിന്റെ ലീവാണ്. അശ്വതി മിസ് അല്ലേ ഇത്? അതെ അതെ, ഞാൻ ഒരു ക്ലാസ്സിലേക്ക് കയറിയിട്ടുള്ളൂ. കഴിഞ്ഞ വീക്ക് നമുക്ക് ക്ലാസ് ഉണ്ടായില്ലല്ലോ, പണിമുടക്ക് കാരണം അവധിയായിരുന്നില്ലേ. ഒരു ക്ലാസ് ഞാൻ കയറിയിട്ടുള്ളൂ. അപ്പൊ ജിഷ മിസ് ലീവ് ആയതുകൊണ്ടാണ് ഞാൻ കയറിയത് കേട്ടോ. ഓക്കെ, സോറി മാം. അത് സാരില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, okay, then thought of the day. Thought ആരാണ്? അശ്വിത. വേഗം ചെയ്യൂട്ടോ, നമുക്ക് സമയം പോകുന്നു. ഋഷിത കയറിയിട്ടില്ലേ? ജോയിൻ ചെയ്തിട്ടില്ലേ? വേറെ ആരെങ്കിലും ചെയ്യാമോ? വേറെ ആരെങ്കിലും ഉണ്ടോ തൊട്ട് പറയാൻ? ഞാൻ പറയാം മിസ്. ഓക്കെ. തിരമാലകളെ എനിക്കിഷ്ടമാണ്. അതിന്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. APJ അബ്ദുൽ കലാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആക്ഷൻ സോങ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം. ഇല്ല ഇല്ല, പറഞ്ഞിട്ടില്ല അല്ലെ? അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, നാളെ എന്റെ ക്ലാസ് തന്നെയാണ്. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ. ആക്ഷൻ സോങ് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റോറി പറയാം, ഓക്കെ, പാട്ട് പാടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യാം. ടോപ്പിക് എന്തെങ്കിലും ഉണ്ടോ മിസ്സേ? എന്തെങ്കിലും വെച്ചുള്ള ടോപ്പിക്സ് അങ്ങനെ എന്തെങ്കിലും? ടോപ്പിക് ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥകളോ പാട്ടുകളോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാം. പ്രോവർബ് പറയാം, ഓക്കെ, അങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ഡാൻസ് വരെ ചെയ്യാം കേട്ടോ. യോഗ അറിയാവുന്നവരെ യോഗ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യോഗയുടെ കാര്യം. യോഗ ആരോട് ഒരാളോട് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞായിരുന്നു മാം. രഞ്ജുഷയോടാണോ? ആ, എന്നോട് പറഞ്ഞായിരുന്നു യോഗയോട്. ഓക്കെ ആണോ ചെയ്യാനായിട്ട്? ഒക്കെ അല്ല മാം, കാരണം അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വരുന്നല്ലേ. പ്രാണായാമം, സിമ്പിൾ ആയിട്ടുള്ള ആസൻ അല്ലെങ്കിൽ പ്രാണായാമം പോലുള്ള എക്സസൈസ് കോൺഫിഡന്റ് അല്ല മാം, കാരണം അത് കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ ശരിയാക്കണം. കോൺഫിഡന്റ് അല്ല, ഓക്കെ, കുഴപ്പമില്ല, പിന്നെ മതി. എന്നാ വേറെ ആരെങ്കിലും ഉണ്ടോ?
എന്റെ അടുത്തും പറഞ്ഞു മാം രമ്യ. റെഡിയാണോ? ഞാൻ 2 മാസം ആയിട്ട് ചെയ്തിട്ട് കുറച്ചിങ്ങോട്ട് പോയിട്ട് റെഡി ആവുമായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് present ചെയ്താണ്. ഓക്കെ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല? ഇഷ്ടപ്പെട്ട കഥകള് പറയാട്ടോ നിങ്ങൾക്ക്. ഇപ്പൊ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അത് പറയാവുന്നതാണ്. ഇഷ്ടപ്പെട്ട സ്റ്റോറി, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റോറികള്, നഴ്സറി സോങ്ങുകള്, മക്കൾക്കൊക്കെ പാടിക്കൊടുക്കുന്ന അതൊന്നും ഇല്ലേ കയ്യില്? എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. പോട്ടെ, സിനിമാ പാട്ടെങ്കിലും പാടാൻ അറിയില്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. പാട്ട് പാടുന്നവരാരും ഇല്ല? ചെറിയ ആക്ഷൻ സോങ് പാടിയാ മതിയോ? മതി 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 ഹസീന. Hello, Mr. Babu. How are you? Mr. 1, Mr. 2, Mr. 333, Mr. 4, Mr. 5, Mr. 666, Mr. 7, Mr. 8, Mr. 999. My mother is a teacher, ABC. My father is a doctor, injection. My sister is a dancer, la la la. My brother is a boxer, tissue tissue tissue. നന്നായിരുന്നു കേട്ടോ. കണ്ട് എത്ര ഉള്ള കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സ്പീച്ച് പറയാൻ പറ്റുമോ മാം? ചെറിയൊരു സ്പീച്ച് പറയാം. ഇഷ്ടപ്പെട്ടത് എന്താ നിങ്ങൾക്കിവിടെ പ്രസന്റ് ചെയ്യാം? സ്പീച്ച് പറയാം. Good afternoon, ma'am. Today I would like to speak about the importance of discipline. It helps us to achieve our goals and develop good habits. Punctuality is the sign of discipline. Discipline is the key to success. We learn discipline from our parents and teachers. Therefore, it is essential for each of us to practice discipline. With these words, I conclude my humble speech. Thank you. ഓക്കെ, വെരി ഗുഡ്. ഒരു ഇംഗ്ലീഷ് സോങ് ആണ്. ഞാൻ 4th-ലോ 5th-ലായിട്ട് പഠിച്ച ഒരു സോങ് ആണ്. കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. Once I have a fancy to see the Zulu land. I sat in a boat in a very good mood to see the Zulu land. One negro come behind me and sit in a easy way. When I ask him what he say, it is easy say. Ichika pocho, pocho. Chuk chuk cholo, chunaka cholo, chuk chuk cholo cholo. കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. കണ്ടോ, ഇപ്പൊ എത്ര പേര് പറഞ്ഞു. തുടക്കത്തിലൊരു മടിയൊക്കെ ഉണ്ടാകും, അത് സാരമാക്കണ്ട. എല്ലാവരും തന്നെ എനർജറ്റിക് ആൻഡ് ആക്റ്റീവ് ആവുക കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രഡക്ഷൻ ക്ലാസ് തന്ന ആ സമയത്ത്, നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻ അല്ല, 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതും സംസാരിക്കേണ്ടതും ഇതിനകത്ത് നിങ്ങൾ തന്നെയാണ്. ഇല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ഓർമ്മയുണ്ടോ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? മാം, ആ. എന്റെ മോക്ക് സെലക്ഷൻ കിട്ടിയ ചെറിയൊരു ആക്ഷൻ സോങ് ആട്ടോ, മലയാളം. അണ്ണാരക്കണ്ണ പുന്നാരക്കുട്ട ഇന്നു നീ എങ്ങോട്ടാ? അണ്ണാരക്കണ്ണ പുന്നാരക്കുട്ട ഇന്നു നീ എങ്ങോട്ടാ? വാഴക്കൂല കൊമ്പിൽ തേനുണ്ണുവാനായി പോകുന്നപ്പോ കാണും. വാഴക്കൂല കൊമ്പിൽ തേനുണ്ണുവാനായി പോകുന്നപ്പോ കാണോ? നീ പോകുന്നപ്പോ കാണോ? എങ്ങനെ കിട്ടി 3 വരകൾ നിന്റെ മുതുകത്ത്? എങ്ങനെ കിട്ടി 3 വരകൾ നിന്റെ മുതുകത്ത്? മുത്തശ്ശൻ കൈകൊണ്ട് തൊട്ടു തലോടിയ ഭസ്മക്കുറിയാണോ? മുത്തശ്ശൻ കൈകൊണ്ട് തൊട്ടു തലോടിയ ഭസ്മക്കുറിയാണോ? ആ ഭസ്മക്കുറിയാണോ?
വെരി ഗുഡ്. താങ്ക് യു മാം. മാം ആ ഒരു ചെറിയൊരു ഇംഗ്ലീഷ് സോങ് ഉണ്ട്, ആക്ഷൻ സോങ്, ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ പാടാം. ഓക്കെ. Baba black sheep, have you any wool? Yes sir, 3 bags full. Baba black sheep, have you any wool? Yes sir, 3 bags full. One for the master, one for the dam, and one for little boy who is stuck at lane. Baba black sheep, have you any wool? Yes sir, 3 bags full. ഇത്ര എനിക്ക് അറിയത്തുള്ളൂ. ചേച്ചിയുടെ കൊച്ചു പാടുന്ന കേട്ടതാ. നന്നായിട്ടുണ്ട് കേട്ടോ. മാം ഞാനൊരു കടക്കഥ ചോദിച്ചോട്ടെ. ആ മണ്ണിനുള്ളിൽ പൊന്നമ്മ. മഞ്ഞൾ. 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 ഒരെണ്ണമുള്ളോ? അതിനാ ഒരെണ്ണമുള്ളോ? ഇല്ല, ഇനി പറയാം. കൈപ്പുണ്ട് കാഞ്ഞിരമല്ല, മുള്ളുണ്ട് മുരിക്കല്ല, വാലുണ്ട് വാനരനല്ല. പാവയ്ക്ക. എല്ലാം അറിയാം. ഒന്നും കൂടി. എടുപാറ, നടുവടി, തലകാട്. ചേന. ഓക്കെ, ഞാൻ തോറ്റു. നല്ലതാണല്ലോ ഇങ്ങനെ ചോദിക്കുന്നേ. നമുക്ക് ക്വിസ് രൂപേണ ചോദിക്കാം കേട്ടോ. ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, GK ഒക്കെ ചോദിക്കാം. ആൻസർ പറയുന്നവര് പറഞ്ഞോളൂ. GK ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം, കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. മാം ഞാൻ പിള്ളേർക്ക് അത് എന്ന് വെച്ചാ ഈ അരുവിച്ചുണ്ടിലേക്ക് പോകുമ്പോ പറഞ്ഞ പാട്ടാണ്, എല്ലാവർക്കും അറിയായിരിക്കും. There was a farmer had dog and Bingo was his name. B-I-N-G-O, B-I-N-G-O, B-I-N-G-O and Bingo was his name. ഇത്രേ അറിയാം മാം. ഓക്കെ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മുടെ ക്ലാസ് ഇന്ററാക്റ്റീവ് ആക്കുക കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ എന്താണെന്ന്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തൊക്കെ പ്രസന്റ് ചെയ്യാമെന്നല്ലേ. അപ്പൊ ഈ രീതിയിൽ ക്ലാസ് കൊണ്ടുപോവുക കേട്ടോ. അപ്പൊ ക്വിസുകൾ ഉൾപ്പെടുത്തുക, ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ കടംകഥകള്, പഴഞ്ചൊല്ലുകള്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെയാ പറഞ്ഞു നിർത്തിയത്? ഹെൽത്ത്, വെൽനെസ്. ഹെൽത്തിൽ മെന്റൽ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ? പറഞ്ഞിരുന്നു. ആ, മാം ഞാൻ ഫസ്റ്റ് മനസ്സിന്റെ ടൈം ആരോഗ്യം. ആണ്. ഹലോ മാം, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ക്ലാസ്സിൽ. അപ്പൊ എനിക്ക് പേജ് നമ്പർ ഒന്ന് പറയോ? ആ പേജ് നമ്പർ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? പറയാം. 1. പേജ് നമ്പർ 1 ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടല്ലേ, മനസ്സിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്തൊക്കെയാ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാ issue? ആൻസൈറ്റി, ഡിപ്രഷൻ, ഇമോഷൻ, സ്ലീപ്പിംഗ്, കമ്മ്യൂണിക്കേഷൻ. ആൻസൈറ്റി ഉണ്ടാവാം അല്ലെ, ഡിപ്രഷൻ ഉണ്ടാകാം, പിന്നെ പല പല ഇമോഷൻസ് ഉണ്ടാകാം, പിന്നെ ചെറിയ വിഷമങ്ങൾ പോലും താങ്ങാനാകാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ചില കമ്പോണൻസ് ഉണ്ട്, അഥവാ ഘടകങ്ങളുണ്ട്. എന്തൊക്കെയായത്? എന്തൊക്കെയാ? ഇതുവരെയാണോ പറഞ്ഞു നിർത്തിയത്? അതിനുശേഷം പറഞ്ഞായിരുന്നോ? വെൽനെസ് വരെ പറഞ്ഞായിരുന്നു. അതായത് നമുക്കറിയാം, നമ്മൾ ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, അത് പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലെ? അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുമോ? ബാധിക്കും മാം. ബാധിക്കും. അല്ലെ?
ഇത് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ്റെതാണെന്ന് അങ്ങനെ എന്താ പറഞ്ഞത്, ബ്രെയിൻ. ആ ഓക്കെ. അപ്പോ ഈ ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മെന്റൽ ഹെൽത്തിനെ ബാധിക്കും എന്ന് പറഞ്ഞു. അത് 1, 2, 3 തവണയായിട്ടല്ല കേട്ടോ. അതായത് നമ്മൾ റെഗുലർ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ മറ്റ് ലഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡി അത് അഡാപ്റ്റ് ചെയ്യുകയും അത് ബോഡിക്ക് ഒരു പ്രശ്നമായി തീരുകയാണ് ചെയ്യുന്നത്. ആണോ? അങ്ങനെയാണോ? 1, 2, 3 തവണ നമ്മൾ തെറ്റിച്ചാൽ കുഴപ്പമില്ല അല്ലെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ആ ഒരു രീതിയിലേക്ക്, ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, കുറച്ചു കാലങ്ങൾക്ക് ശേഷം എന്താണ് ഉണ്ടാവുക, അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ സമയത്തൊന്നും നമ്മൾ അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും അതിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെയാണ് വരിക. ഓക്കെ. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറക്കം കിട്ടാതിരിക്കുന്നത് അല്ലെ. പ്രോപ്പർ ആയിട്ട് എത്ര സമയമാണ് ഉറങ്ങുന്നത്? എല്ലാവരും 7-8 മണിക്കൂർ ഉറങ്ങാറുണ്ടോ? മണിക്കൂർ ഉറങ്ങുന്നേ? സൂര്യ എത്ര ഞാൻ 7 മണിക്കൂർ. ഷഹാനയോ? ഷഹാന, ലിയ? അതിലും കൂടുതൽ സമയം ഉറങ്ങും. എത്രയാ? അതിലും കൂടുതൽ സമയം ഉറങ്ങും. എത്ര മണിക്കൂറാ? 8-9 മണിക്കൂറൊക്കെ ഉറങ്ങും? 9 മണിയൊക്കെ ആകുമ്പോ ഉറങ്ങും. പിന്നെ 8 മണിക്ക് എഴുന്നേൽക്കും. 8 മണിക്ക് ഇരിക്കുള്ളൂ. കല്യാണം കഴിഞ്ഞില്ല? മാരീഡ് ആണോ? കല്യാണം കഴിഞ്ഞ് അമ്മായിമ്മ എല്ലാം ചെയ്യും. ഒന്നും ചെയ്യണ്ട, 8 മണിക്ക് ഇരിച്ചാ മതി. അമ്മായിമ്മ എല്ലാം ചെയ്യും. ഓക്കെ. ഹസ്ബൻഡ് ഹസ്ബൻഡ് വീട്ടിലുണ്ട്. ഹസ്ബൻഡ് 5 മണിക്ക് ജോലിക്ക് പോകും. എന്നിട്ട് ഒരു 10 മണിയാകുമ്പോ വരും. വെളുപ്പിന് 5 മണിക്ക് ജോലിക്ക് പോകും? ആമസോണിലെ വർക്ക് ചെയ്യുന്നത്. അതെ. അപ്പൊ 5 മണിക്ക് പോയിട്ട് ഒരു 10 മണി 9 മണി ആവുന്ന സമയത്ത് വരും. എന്നിട്ട് അപ്പോഴേക്കും അമ്മായിമ്മ ചായയും കടിയൊക്കെ ഉണ്ടാക്കിണ്ടാവും. ഞാൻ പല്ലേച്ച് വരും, ഞാനും ചായ കുടിക്കും. മോൾക്ക് ചായ കൊടുത്ത് നഴ്സറി കൊണ്ടുവാക്കും. അപ്പോഴേക്കും ഞാൻ കുറച്ച് തുണിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ വുമൻസ് ക്ലോത്ത് ഇറക്കിയിട്ടുണ്ട്, ഡ്രസ്സുകള്. അതൊക്കെ എന്താ വാട്സപ്പില് ഫോട്ടോ സെൻഡ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും, ഇന്ന ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആരാണ് അയച്ചു തന്ന അവർക്കൊക്കെ കൊണ്ടുകൊടുത്ത് വരും. അപ്പൊ ഒരു ഉച്ചയൊക്കെ ആവും. പിന്നെ വീട്ടിൽ അടിച്ചൊരി തുടക്കാനുണ്ടാവും, അത് അടിച്ചൊരി തുടച്ച് പിന്നെ ക്ലാസ്സിൽ കയറും. പിന്നെ 2:30 കഴിയുമ്പോഴേക്കും കുളിക്കും. അപ്പോഴേക്കും 3 മണിയാവും. ഒരുങ്ങിയിട്ട് മോളെ വിളിക്കാൻ പോകും. ഇത്ര ഉള്ളു. 4 കൊല്ലം. 4 കൊല്ലം? 4 കൊല്ലം വെക്കുന്നത് തന്നെയാ? ഇല്ല, ആദ്യമൊക്കെ ഞാനാ ചെയ്തിരുന്നത്. പിന്നെ ആദ്യമൊക്കെ ഞാനാ ചെയ്തിരുന്നത്. പിന്നെ ഉമ്മ തന്നെ വിശേഷമായപ്പോ എനിക്കതൊരു ശീലായി. അതെയോ? ഒരു സെക്കൻഡ് കേട്ടോ. തെസ്നീന്ന് മദറിലോടെ പേരെന്താ? ലൈല. റംല? ലൈല. ലൈല. അന്വേഷിച്ചെന്ന് പറഞ്ഞേട്ടോ. പറയാട്ടാ. ഓക്കെ. അബീറ എത്ര സമയം ഉറങ്ങുന്നേ? 8 മണിക്കൂർ ഉറങ്ങും ടീച്ചർ. 8 മണിക്കൂർ ഉറങ്ങും അല്ലേ? ഓക്കെ. ശരണ്യ? ഞാന് 6-7 മണിക്കൂർ ഉറങ്ങും. 6-7 മണിക്കൂർ അല്ലേ? ഓക്കെ.
അപ്പോ നമ്മള് ശരിക്കും പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് നല്ലതാ നമ്മുടെ ബോഡിക്ക്. അതായത് ഉറക്കം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. നമ്മൾക്ക് നല്ലൊരു എന്താ പറയാ വെല്ലായിട്ടുള്ള ഒരു സ്ലീപ്പ് ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. നല്ല സുഖമായിട്ട് ഉറങ്ങുന്നതും അല്ലാതെയും ഉറങ്ങുന്ന ആളുകളുണ്ട്. സുഖമായിട്ട് ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നേ? റിലാക്സ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻസ് ഒന്നും ഇല്ലാതെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെയാണ്. ഇടയ്ക്ക് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ചില സ്വപ്നങ്ങൾ പോലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട് അല്ലെ? ചില സമയത്ത് നമ്മൾ സ്വപ്നങ്ങൾ കാണും അല്ലെ? ഡ്രീംസ് കാണില്ലേ ഉറക്കത്തില്? അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട് നമ്മുടെ ഉറക്കത്തെ അല്ലെ? പക്ഷെ അതുപോലും ഇല്ലാതെ നമ്മള് രാത്രിയാവുമ്പോൾ ഉറക്കം വന്ന് കണ്ണു തൂക്കി കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നേരം വെളുത്തുന്നു. അതുവരെ നമ്മള് നല്ല ഗാഠനിദ്ര, അങ്ങനെയാണ് കേട്ടോ പറയാ. ആ ഒരു രീതിയിലായിരിക്കും ആഴത്തിലുള്ള ഉറക്കം. അതിനെയാണ് നല്ല ഉറക്കം എന്ന് പറയുന്നത്. ആ ഉറക്കം കിട്ടിയാലാണ് നമുക്ക് നല്ല രീതിയിൽ പിറ്റേ ദിവസം എണീറ്റ് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നേ? കാണുമ്പോ നമ്മൾ ഉറങ്ങുന്നുണ്ട് അല്ലെ? പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മള് നല്ല രീതിയിൽ ഉറങ്ങുന്നില്ല. ഉറക്കുന്നു നോക്കുമ്പോ കണ്ണടച്ച് കിടക്കുന്നുണ്ട്, പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഉറക്കമാവില്ല. നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടണമെങ്കിൽ നമ്മള് ഒരു ഗാഠമായിട്ടുള്ള ഒരു നിദ്രയിലായിരിക്കണം എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മള് പിറ്റേ ദിവസത്തേക്ക് നമ്മളെ എന്താ പറയാ നമ്മള് പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള ഒരു ഇന്ധനമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് അല്ലെ? പിറ്റേ ദിവസം നമ്മൾ നല്ല രീതിയിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ മതി. നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുന്ന സമയവും അല്ലാതെ നമ്മള് ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ചോ, ചില ആളുകളൊക്കെ ഞെട്ടിയൊക്കെ എണീക്കാം അല്ലെ? ഉറക്കത്തിലൊക്കെ എണീക്കാം. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോ അതൊന്ന് കമ്പയർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതൊക്കെ ദിവസങ്ങളിലാണ് നല്ല ഗാഠനിദ്ര കിട്ടുന്നത്, അല്ലാത്ത ദിവസങ്ങളിൽ ഏതൊക്കെയാണ്. അപ്പോ ഈ ഗാഠനിദ്ര കിട്ടുന്ന ആ ഒരു ദിവസം നിങ്ങൾ എങ്ങനെയാണ് പിറ്റേ ദിവസം നിങ്ങളുടെ എങ്ങനെയായിരിക്കും? ആ ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിൽ ആക്റ്റീവ് ആകാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമ്പയർ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നല്ല രീതിയിൽ ഉറങ്ങുക എന്നുള്ളത്. അപ്പൊ ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യന് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും? അത് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെയാണ് ബാധിക്കുക, ഇല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലതാണോ മിസ്സേ? എന്താ? ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് നല്ലതാണോ? ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലതല്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ ഒരു അഭിപ്രായത്തില് അതായത് ഉച്ച കഴിഞ്ഞിട്ട് നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങൂലേ, അത് നല്ലതല്ല. ഉച്ചയുറക്കം നല്ലതല്ലെന്നാ പറയുന്നത്. പക്ഷെ നമ്മള് കുറച്ചു നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടയേർഡ് ആവില്ലേ? അതായത് നമ്മൾ ആഹാരം കഴിച്ച് ഭക്ഷണമൊക്കെ ദഹിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ചു നേരമൊക്കെ ടയേർഡ് ആവും. അപ്പൊ നമ്മുടെ ശരീരത്തിന് ഉറക്കം എന്ന് പറയുന്ന ആവശ്യമാണ്. അപ്പൊ കുറച്ചു നേരം നമ്മൾ എന്ത് ചെയ്യണം? ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാനായിട്ട് ഒരു 15-20 മിനിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മയങ്ങാം. ഉറക്കം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അത്രയും നേരം ആ ഒരു മയക്കം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീട് നമ്മൾ എണീക്കുമ്പോ നമ്മള് ആക്റ്റീവ് ആയിരിക്കുള്ളൂ. നമ്മുടെ ബ്രെയിൻ ഭയങ്കര ഷാർപ്പ് ആകും. ആ ഒരു രീതിയിൽ വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണ് മിസ്സേ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റൂല. ചിലവർക്ക് നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇത്തിരി നേരം കിടന്നുറങ്ങുന്നത് ചില കുട്ടികളെയൊക്കെ കണ്ടിട്ടില്ലേ നമ്മള് ക്ലാസ്സിൽ പഠിക്കുന്ന ക്ലാസ് റൂമിലൊക്കെ ഉള്ള ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? കുറച്ചു നേരം ഒന്ന് മയങ്ങാറുണ്ടല്ലേ? അത് കഴിഞ്ഞ് എണീക്കും പെട്ടെന്ന് തന്നെ. അപ്പൊ ഒന്ന് അവർക്ക് എല്ലാ കാര്യങ്ങളും ചടപടേന്ന് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഉച്ചയുറക്കം, അതായത് ഭക്ഷണം കഴിച്ച് അപ്പൊ തന്നെ പോയി കിടക്കുന്നത്, അതത്ര നല്ല രീതിയല്ല. വെയിറ്റ് കൂടാനായിട്ട് സാധ്യതയില്ലേ? കേട്ടോ, വെയിറ്റ് കൂടില്ലേ? കൂടും. വെയിറ്റ് കൂടും അല്ലെ? നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യണം? കുറച്ചു നേരം വർക്ക് ചെയ്യണം അല്ലെ? നടക്കണം. നമ്മുടെ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ എത്തുന്നതിന് കുറേയധികം പ്രോസസ്സുകൾ ഉണ്ട് അല്ലെ? എന്തൊക്കെയാ ഒന്ന് പറയാമോ? ഏതൊക്കെ പ്രോസസ്സുകളിലൂടെയാണ് ഭക്ഷണം പോകുന്നേ? പറഞ്ഞോളൂ, ശരണ്യ പറഞ്ഞോളൂ. നമ്മൾ ഫുഡ് കഴിക്കുന്നു, പിന്നെ അത് നമ്മുടെ ഈസോഫാഗസിൽ ചെന്നിട്ട് ഡൈജഷൻ ആവുന്നു. പിന്നെ അത് ശരീരം ആവശ്യമായ എനർജി വലിച്ചെടുത്തതിന് ശേഷം
അത് ചെറുകുടലിൽ കൂടെ വൻകുടലിലെത്തി വേസ്റ്റ് പുറന്തള്ളും. അങ്ങനെയാ തോന്നുന്നു. യെസ് യെസ്, പഠിച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എങ്ങോട്ടാണ്? വായില് അല്ലെ. വായിലല്ലേ നമ്മൾ ഭക്ഷണം വെക്കുന്നേ? അതെ. യെസ്. അവിടെ നമ്മൾ പല്ലിന്റെയും നാക്കിന്റെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ഭക്ഷണം എന്ത് ചെയ്യുന്നു? ചവച്ചരയ്ക്കുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചവച്ചരയ്ക്കുമ്പോൾ നമുക്ക് കുറെ അധികം, അതായത് ഉമിനീർ ഗ്രന്ഥികൾ ഉണ്ട് അല്ലെ. അതിന്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഭക്ഷണം എന്ത് ചെയ്യുന്നു? തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങും. ഓക്കെ ആണോ ഞാൻ പറഞ്ഞത്? ചിന്തിച്ചു നോക്കി, അങ്ങനെ തന്നെയല്ലേ പോകുന്നേ? ഓക്കെ, അങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോൾ അന്നനാളം വഴി അല്ലെ. ഇംഗ്ലീഷ് ടേംസ് ഉണ്ടാവട്ടെ, എനിക്ക് ഓർമ്മ വരുന്നില്ല. അന്നനാളം വഴി എങ്ങോട്ട് പോകുന്നത്? ആമാശയത്തിലേക്ക് എത്തും. ഓക്കെ, അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? അതിന്റെ എല്ലാ പ്രോസസ്സും, അതായത് എന്താ പറയാ, ആമാശയത്തിൽ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ആസിഡ് ഉണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗാണുക്കളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അല്ലെ. അങ്ങനെ ആമാശയത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ദഹനം എന്ത് ചെയ്യാണ്? സ്റ്റാർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ആമാശയത്തിൽ വെച്ചിട്ടാണ്. അതിനുശേഷമാണ് എങ്ങോട്ട് പോകുന്നേ? നമ്മുടെ ചെറുകുടലിലോട്ട് പോകും അല്ലെ. ഓക്കെ, ചെറുകുടലിൽ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ഭക്ഷണം, അതായത് നമ്മളിപ്പോ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾക്ക് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചിന് ചോറെടുത്തു, കുറച്ച് കറികൾ എടുത്തു, അതിനകത്ത് നമ്മളിപ്പോ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുത്തിട്ടുണ്ടാവാം, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവാം അല്ലെ. അപ്പോ ഇത് നമ്മുടെ ചെറുകുടലിലോട്ട് ചെല്ലുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്? നമ്മുടെ രക്തത്തിലേക്കും ലിംഫ് സിസ്റ്റത്തിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത്? ഈ ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ ബോഡി എങ്ങനെയാ വളരുന്നേ? നമ്മൾ കഴിക്കുന്ന ആഹാരം അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും അല്ലെ. അത് ബ്ലഡിലോട്ടും ലിംഫ് സിസ്റ്റത്തിലോട്ടൊക്കെ അബ്സോർബ് ചെയ്ത്, കോശങ്ങളിലോട്ടൊക്കെ അബ്സോർബ് ചെയ്തിട്ടാണ്, സെല്ലുകളിലോട്ടൊക്കെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ചെറുകുടലിൽ നിന്ന് വൻകുടലിലോട്ട് പോകും. ഓക്കെ, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ബാക്കി വരുന്ന, അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട ആഹാരം വലിച്ചെടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന, അതായത് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുറന്തള്ളപ്പെടുന്നത്. ഓക്കെ, വിസർജനം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് നമ്മുടെ ശരീരം എടുക്കും, ആവശ്യമുള്ളത് മാത്രം എടുക്കുള്ളൂ. ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളാണ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. എവിടെ? അവിടെ ഇവിടെയൊക്കെ. അതാണ് ഫാറ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഇത്രയധികം പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ഫുഡ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്നിട്ട് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യം ഇതാണ്. നമ്മള് എന്താ പറയാ, ഉറക്കത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ. അതായത് ഉറക്കം നല്ല രീതിയിൽ കിട്ടണം. ഉറക്കം നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മള് ഉറങ്ങുമ്പോൾ ശരിയായിട്ടുള്ള രീതിയിലല്ല ഉറങ്ങുന്നതെങ്കിൽ കുറേയധികം പ്രോബ്ലംസ് ഉണ്ടാകാനായിട്ട്, അത് മനസ്സിന്റെ ആരോഗ്യത്തെയും നമ്മുടെ ശരീരത്തിനും ഒക്കെ മോശകരമായിട്ട് ബാധിക്കും. അപ്പൊ നമ്മൾ എപ്പൊക്കെ ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ചു നേരം നടക്കാനായിട്ട് നോക്കുക. നടക്കുന്ന ആളുകൾ ഉണ്ടോ? ജസ്റ്റ് നമ്മുടെ ഹാളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നാൽ മതി. പുറത്തേക്ക് ഒന്നും പോയി നടക്കണം എന്നില്ല കേട്ടോ. അപ്പൊ ഡൈജഷൻ കൂടുതൽ ഈസി ആക്കും. അതുപോലെ തന്നെ നമുക്ക് ഓവർ വെയിറ്റ് പോലുള്ള കാര്യങ്ങളൊന്നും വരില്ല. ചില ആളുകളുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് എവിടെയെങ്കിലും കിടക്കാനാണ് നോക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കാനാണ് നോക്കുക അല്ലെ. അങ്ങനെ ചെയ്യരുത്. ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി. നമ്മുടെ ബോഡിക്ക് എത്ര ഭക്ഷണം വേണമെന്ന് നമ്മുടെ ബോഡിക്ക് അറിയാൻ പറ്റും അല്ലെ. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് സമയം വർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന മറ്റൊരു പ്രോബ്ലം ആണ് എന്ത്? ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ആണോ? ആളുകളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? ലോൺലിനെസ് അനുഭവപ്പെടും അല്ലെ. ഒറ്റപ്പെടൽ അഥവാ ഏകാന്തത ഇല്ലേ. ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. സംസാരിക്കില്ല, ആരോട് സംസാരിക്കില്ല, എപ്പോഴും അങ്ങനെ ഒറ്റയ്ക്ക് തനിച്ച് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയോ എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടുകയോ അങ്ങനെയുള്ള ആളുകളുണ്ട്. മറിച്ച് അവര് ഇത്തരത്തിലുള്ള ആളുകൾ ഒരു 5-6 പേരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കിയേ, അവരുടെ ലൈഫിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും.
കാരണം അവര് ഇതുവരെ ജീവിച്ച ലൈഫ് ആയിരിക്കില്ല പിന്നീട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. വ്യത്യാസങ്ങൾ ഉണ്ടാവും. അവരുടെ ജീവിതത്തില് സന്തോഷം വരും, അതുപോലെ തന്നെ പലതരം ഇമോഷൻസ്, അതായത് ഗുഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാകും, ജീവിക്കണം എന്നുള്ള പ്രതീക്ഷ അവർക്ക് ഉണ്ടാകും, അല്ലെ? തങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ തങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് അനുഭവപ്പെടും. അങ്ങനെ പല രീതിയിലുള്ള ഗുണങ്ങളുണ്ട് ആളുകളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. അപ്പോ ഇന്ററാക്ഷൻ അഥവാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അവരുടെ കാര്യത്തിൽ സ്പെൻഡ്. ഇപ്പൊ നമുക്കറിയാം ഈ കുട്ടികളില് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അതായത് അച്ഛനമ്മമാരൊക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കും, അല്ലെ? അപ്പൊ ചിലപ്പോ കുട്ടി വീട്ടിലൊറ്റയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ മുതിർന്ന ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടാകാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒറ്റ കുട്ടിയാണ്, അല്ലെ? കൂടുതൽ അങ്ങനെയാണ് നോക്കുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? 2 കുട്ടികൾ 3 കുട്ടികൾ എന്ന് പറയുന്ന ആ ഒരു രീതിയൊക്കെ മാറി. ഇപ്പൊ ഒറ്റ കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എന്താ ഒറ്റ കുട്ടി മതി എന്നുള്ളൊരു ചിന്തയാണ്, അല്ലെ? അപ്പൊ ഈ ഒറ്റ കുട്ടി ആവുന്നതിന്റെ പ്രത്യേകത എന്താ? അതായത് ഈ കുട്ടി തനിച്ചായിരിക്കും, മിങ്കിൾ ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല, സിസ്റ്റർ ഇല്ല, ബ്രദർ ഇല്ല, അല്ലെ? അപ്പൊ വീട്ടില് അച്ഛനും അമ്മയും കൂടി ജോലിക്ക് പോകുന്ന കുട്ടിയാണെങ്കിൽ കുട്ടി ഒറ്റയ്ക്കായിരിക്കും, പുറത്തേക്ക് വിടുന്നുണ്ടാവില്ല, ചിലപ്പോ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് പുറത്തേക്ക് വിടുന്നുണ്ടാവില്ല, കൂട്ടുകാരായിട്ട് കളിക്കാൻ വിടുന്നുണ്ടാവില്ല. അപ്പൊ ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞാല് വളരെ കുറവാണ് ഇന്ററാക്ഷൻ, ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷനേ ഇല്ല. അപ്പൊ ആ കുട്ടി ആ 4 ചുവരിനുള്ളിൽ ഒതുങ്ങിക്കൂടും, പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഒന്നും അറിയാതെ എന്ത് ചെയ്യും, ജീവിക്കുകയാണ് ചെയ്യുക. അപ്പോ ഇതും മനസ്സിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു ഘടകമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഞാനിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട്. ഈ മെന്റൽ ഹെൽത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? നല്ല പാട്ട് പാട്ട് കേൾക്കാം, അല്ലെ? നല്ല നല്ല പാട്ടുകൾ കേൾക്കാം, അല്ലെ? നമ്മള് ടെൻഷൻ ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കുറച്ചുകൂടി റിലാക്സ് ആവും, അല്ലെ? നല്ല രീതിയിൽ റിലാക്സ് ആവും, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമൊക്കെ അനുഭവപ്പെടും, അല്ലെ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക, മുറ്റത്തൊക്കെ ഇറങ്ങി പൂക്കളെയും ചെടികളെയും ഒക്കെ നോക്കി ഒന്ന് നടക്കുക. അപ്പൊ നമുക്ക് മനസ്സിന് ധാരാളം എന്താ പറയാ സന്തോഷം ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ഈ എക്സസൈസും മെന്റൽ ഹെൽത്തും തമ്മിൽ കണക്റ്റഡ് ആണോ? തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എങ്ങനെയാണ് രഞ്ജുഷ തോന്നിയിട്ടുള്ളത് എക്സസൈസ് ആൻഡ് മെന്റൽ ഹെൽത്ത്? എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ പങ്ക്ച്വാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യും. കാരണം അത് ഒരേ ടൈമില് അത്രയും ടൈം എടുത്ത് ചെയ്യും നമ്മൾ. അപ്പം ബോഡി റിലാക്സ് ആവും, മനസ്സ് റിലാക്സ് ആവും. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര ടൈമിന് മുന്നേ ഫുഡ് കഴിക്കണമെന്നുണ്ട്, എത്ര ടൈം കഴിഞ്ഞതിന് ശേഷം ബാക്കിയെല്ലാം അങ്ങനെ എല്ലാം ഒരു മെയിൻറ്റെയിൻ ചെയ്തു പോകും. ബോഡിക്ക് വെയിറ്റ് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല, എക്സസ് വെയിറ്റ് തോന്നത്തില്ല. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ ബ്രെയിനില് സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? സെറാട്ടോണിൻ കേട്ടിട്ടുണ്ടോ? സെറാട്ടോണിൻ കേട്ടിട്ടില്ല? എന്നാ കേട്ടോളൂ കേട്ടോ. കേട്ടിട്ടുണ്ട്? സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്താണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. നമ്മുടെ ബ്രെയിനിൽ പലതരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ട് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന. അതായത് ഓക്സിറ്റോസിൻ ഉണ്ട് ഹോർമോൺ, അതുപോലെ ഡോപ്പാമിൻ ഉണ്ട്. ഇതൊക്കെ എന്താണ്? സ്പെൽ ചെയ്യാം കേട്ടോ, പറയാം. അപ്പൊ ഡോപ്പാമിൻ ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ ഉണ്ട്, അതുപോലെ തന്നെ സെറാട്ടോണിൻ ഉണ്ട്. ഇതൊക്കെ ഹാപ്പി ഹോർമോൺസ് ആണ്. ഇപ്പോ സെറാട്ടോണിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോ നമ്മൾ ഒരു ദിവസം ഇന്ന കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് പഠിച്ചു തീർക്കാം, ഒരു 2 മണിക്കൂർ കൊണ്ടൊന്ന് പഠിച്ചു തീർക്കാന്ന് വിചാരിച്ചിട്ട് ഒരു ചെയറിലിരിക്കുകയാണ്, ബുക്കൊക്കെ നിവർത്തി ഒരു ചെയറിലിരിക്കുകയാണ്. നിങ്ങൾ ആ വിചാരിച്ച സമയം കൊണ്ട് ആ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ആ ചാപ്റ്റർ ഫിനിഷ് ചെയ്തു.
അപ്പൊ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ? കിട്ടോ? കിട്ടും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കും, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലി, ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പൊ ഒരു അമ്പലത്തിലോ ചർച്ചിലോ പോവാനായിട്ട് റെഡി ആവാൻ പോവാണെന്ന് വിചാരിക്കുക. അമ്പലത്തിലോ ചർച്ചിലോ, ദൂരെയുള്ള അമ്പലത്തിലാവാം അല്ലെങ്കിൽ ദൂരെയുള്ള ചർച്ചുകളിലാവാം. അപ്പൊ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അല്ലെ. ബാഗ് പാക്ക് ചെയ്യണം, ഫുഡൊക്കെ കുട്ടികൾക്ക് എടുത്ത് വെക്കണം അല്ലെ, ഡ്രസ്സൊക്കെ അയൺ ചെയ്യണം, അങ്ങനെ കുറെ ജോലികളുണ്ട്, വീട്ടിലെ കുറെ ജോലികളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യുക, ആദ്യം ഇത് ചെയ്യാം പിന്നീട് അത് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു അല്ലെ. അതിനുശേഷം നിങ്ങൾക്ക് അതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഇല്ലേ? അവിടെ സെറാട്ടോണിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. മനസ്സിലായോ? ഒന്നുമല്ല, ഞാനൊരു ഏറ്റവും എനിക്കൊക്കെ കൂടുതലുള്ള ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. നമ്മൾ ഈ തുണിയെ കലക്കി കഴിയില്ലേ, എന്നിട്ട് നമ്മൾ അഴയിൽ ഇങ്ങനെ വിരിച്ചിടില്ലേ, എല്ലാം കുറെ തുണികളൊക്കെ ഉള്ള ദിവസം ഇങ്ങനെ വിരിച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ നോക്കുക, ആ ഒരു അഴ നോക്കും നമ്മള്. അപ്പൊ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ ആ തുണിയൊക്കെ കാണുമ്പോ? കിട്ടാറുണ്ടോ? എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. എന്തോ ഒരു വലിയൊരു ജോലി കഴിഞ്ഞെന്നുള്ള ഒരു സംതൃപ്തി കിട്ടും. അതെ അതെ, അത് ഭയങ്കര ഇതാ. അങ്ങനെ നോക്കി നിൽക്കും. അത് ഇങ്ങനെ കുറെ തുണിയുള്ള ദിവസങ്ങളിലൊക്കെയാണ് കൂടുതൽ കേട്ടോ. ഇങ്ങനെ നോക്കൂ, ഇത് കഴിഞ്ഞല്ലോ. അലക്കിയത് ഉണങ്ങിയത് കട്ടുമ കൊണ്ടുവന്നിട്ട് അത് കാണുമ്പോഴാ ഉണങ്ങിയ ഡ്രസ്. അപ്പൊ നമുക്ക് എന്താണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെറാട്ടോണിൻ എന്ന് പറയുന്ന ഇതാണ്, ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാരും, അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മള് ചെയ്ത്, ഒരു സെക്കൻഡ് കേട്ടോ, ഓക്കെ, അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് തീർക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമ്മളുടെ തലച്ചോറില് സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡോപാമിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. ഡോപാമിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് നമുക്ക് ഒരു ചായ കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ആ സമയത്ത് ഡോപാമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അമിതമായാൽ കൊള്ളില്ല കേട്ടോ. മനസ്സിലായോ? നമുക്കൊരു നിങ്ങൾ ചായ കുടിക്കാറില്ലേ? ഞാൻ കുടിക്കാറില്ല. ചായ കുടിക്കാറുണ്ട് അല്ലെ? ചായ കുടിച്ച് കഴിയുമ്പോഴ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം അല്ലെ, നമ്മൾ ഭയങ്കര ആർത്തിയോട് കൂടിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലെ. അത് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ഡോപാമിനെ കുറിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ കാണുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ, നമ്മൾക്ക് കൂടുതലായിട്ട് നമ്മൾ കുറച്ചു നാൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺ ആണ് എന്ത്, ഡോപാമിൻ. ഡോപാമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്യൂട്ടി വർദ്ധിക്കും, ഭംഗി കൂടും. മനസ്സിലായോ? അതായത് ഇപ്പൊ ന്യൂലി മാരീഡ് കപ്പിളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡോപാമിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഇഷ്ടപ്പെട്ട ആളുകളെ, അതായത് ആ കുറച്ച് നാളാണ്, നമുക്ക് പുതുമോടി എന്നൊക്കെ പറയാൻ പറ്റില്ലേ, ഇതൊക്കെ എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണെന്ന് വിചാരിക്കുന്നു അല്ലെ. പുതുമോടിയിൽ ഭംഗി കൂടുമെന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് ഡോപാമിൻ എന്ന് പറയുന്ന ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ പ്രണയിക്കുന്ന സമയത്ത് അല്ലെ, എല്ലാവർക്കും പ്രണയങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ, അതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ, ഓപ്പൺ ആയിട്ട് പറയാം അല്ലെ. പ്രണയങ്ങളൊക്കെ ഉണ്ടാവാം, ആ സമയത്ത് പ്രത്യേക ഭംഗി കൂടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതൊക്കെ കുറച്ച് ദിവസം, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോഴോ നമ്മുടെ തലച്ചോറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഡോപാമിൻ എന്ന് പറയുന്ന ഹോർമോൺ. അത് നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇപ്പൊ നമ്മുടെ കുഞ്ഞിനോട്, അതായത് ഒരു അമ്മ കുഞ്ഞിനെ മുലയൂട്ടാണ്, ഫീഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു, അവരെ എന്താ പറയാ അവർക്ക് വാത്സല്യം കൊടുക്കുന്നു, അവരെ തലോടുന്നു. ആ സമയത്തൊക്കെ നമ്മൾക്ക് ഒരു കുഞ്ഞ് നമ്മളെ അമ്മ എന്ന് വിളിക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മുടെ കുഞ്ഞ്. ആ സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഓക്സിറ്റോസിൻ. അപ്പൊ ഇത്തരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഹോർമോണുകൾ എന്ത് ചെയ്യും,
നമ്മളെ ഹാപ്പി ആയിട്ട് നിർത്താനായിട്ട് സഹായിക്കും. അപ്പൊ ഇതുവഴി നമ്മളുടെ മെന്റൽ ഹെൽത്ത് നമുക്ക് സ്റ്റേബിൾ ആക്കാം. ഇത്രയധികം ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, നമ്മൾക്ക് സങ്കടം ഉണ്ടാവോ? ഇല്ല, നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുള്ളൂ, ആണോ? അതെ, യെസ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് വെള്ളം കുടിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കുക. എത്ര ലിറ്റർ വെള്ളം കുടിക്കും എല്ലാവരും ഒരു ദിവസം? 4 ലിറ്റർ. വെരി ഗുഡ്. 2-3 ഗ്ലാസ് കുടിച്ചാ കുടിച്ചു. 2-3 ഗ്ലാസ് പോരാട്ടോ, അതിലും കൂടുതൽ കുടിക്കണം. 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം എന്നാ പറയുന്നത് ഡോക്ടർമാരൊക്കെ. 10 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം. ലിറ്റർ കണക്കിന് കുടിക്കാൻ പറ്റിയില്ലെങ്കിലും 10 ഗ്ലാസസ് എങ്കിലും കുടിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ വെള്ളം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുന്നതും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ, അതായത് നമ്മുടെ ബോഡി അതിലൂടെ കുറച്ച് എന്താ പറയാ, നമ്മുടെ ഈ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ബേൺ ചെയ്യും. കുറച്ചുകൂടി പ്യൂരിഫൈ ചെയ്യും വാട്ടർ. അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ചില മോശം ശീലങ്ങളുണ്ട്, ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാ? മെയിൽ ഏജൻസി ഒന്ന് കൗണ്ട് ചെയ്യാമോ? മെയിൽ ഏജൻസി ചില ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്, അത് മെന്റൽ ഹെൽത്തിനെ സാരമായിട്ട് എഫക്ട് ചെയ്യുന്നതാണ്. ഒന്ന് സ്മോക്കിംഗ്, പുകവലി. നല്ലതല്ല അല്ലെ ആരോഗ്യത്തിന്. പുകവലിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് അകത്തേക്ക് ചെല്ലുന്നത്. അതുപോലെ തന്നെ അത് മനസ്സിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആൽക്കഹോൾ അല്ലെ, ഡ്രിങ്ക്സ് കഴിക്കുക എന്നുള്ളതാണ് അല്ലെ, അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അതും നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ ബാധിക്കും. ദെൻ ഡ്രഗ്സ്, മയക്കുമരുന്ന് ഉപയോഗം, അതും നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് ചില കാര്യങ്ങൾ ഒഴിവാക്കുകയും ചില കാര്യങ്ങൾ കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മെന്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആയിട്ട് നിർത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് വ്യക്തികൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. ഈ നെഗറ്റീവ് തിങ്കിങ് ഉള്ള ആളുകൾക്ക് പ്രത്യേകത എന്താ? അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും? കോൺഫിഡൻസ് ഇല്ല, ഉണ്ടാവത്തില്ല. നെഗറ്റീവ് തിങ്കിങ് പാടില്ല. എങ്ങനെയാണ് കോൺഫിഡൻസ് ഉണ്ടാവില്ല, അവർക്ക് തിങ്ക് ചെയ്ത് തന്നെ കഴിയണ്ടേ, എന്നിട്ടല്ലേ കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ. അതായത് നെഗറ്റീവ് തിങ്കിങ് ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാല് അവരെന്തിനേയും നെഗറ്റീവ് ആയിട്ട് കാണുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ അവർക്ക് അവരുടെ ചുറ്റിലുള്ള ആളുകൾ, ഇപ്പൊ അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആളുകളായിക്കോട്ടെ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു എന്ന് വിചാരിക്കുക, അവരുടെ ക്ലോസ് ഫ്രണ്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഈ നെഗറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളുകൾ, അയാളുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന് ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ജോലി കിട്ടിയെന്ന് വിചാരിക്കുമ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകൾ നല്ല രീതിയിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും, അവർക്ക് ആശംസകളും കാര്യങ്ങളൊക്കെ നേരും അല്ലെ, നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. പക്ഷെ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയാ തിങ്ക് ചെയ്യുക? എന്താ വിചാരിക്കുക അവരെ? ജോലി കിട്ടിയ ആളെ കുറിച്ച് ഒരു മാസം തികച്ചു പോയാ പോയി. അതെ, അങ്ങനെയാണല്ലേ വിചാരിക്കുക. അവന് ജോലി കിട്ടി, എന്നിട്ടാണ് അവന് പോവാൻ പറ്റില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടുള്ള തോട്ടുകളും കാര്യങ്ങളൊക്കെ വരും അല്ലെ. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ അവരുടെ ലോ ആയിരിക്കുള്ളൂ, തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. പിന്നെ അവരുടെ മെന്റൽ ഹെൽത്ത്, കാരണം ഇത്തരത്തിൽ നമ്മളെ നെഗറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ ചിന്തിക്കുകയും അതിലൂടെ നമ്മുടെ മനസ്സിന് സ്ട്രെസ് കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മൾക്ക് ഹാപ്പി ഹോർമോൺ എന്ന പോലെ തന്നെ ബാഡ് ഹോർമോൺ ഉണ്ട് നമ്മുടെ ശരീരത്തില്. ആ ഹോർമോണിന്റെ പേരാണ് കോർട്ടിസോൾ. കേട്ടിട്ടുണ്ടോ? കോർട്ടിസോൾ കേട്ടിട്ടുണ്ട് അല്ലെ. ചില മരുന്നുകളിലൊക്കെ ഉണ്ട് കോർട്ടിസോൾ ഉണ്ട്. ആ മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വെയിറ്റ് ഗെയിൻ ആവുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തില് ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരും, വെയിറ്റ് ഗെയിൻ പോലുള്ള കാര്യങ്ങൾ വരും. ഓക്കെ, അതെന്തുകൊണ്ടാ? നെഗറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്ത് സ്ട്രെസ് കൂട്ടിയത് കൊണ്ടാണ്
ഈ കോർട്ടിസോൾ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തിന് ആവശ്യം, അതായത് നെഗറ്റീവ് ചിന്ത ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. എന്തിനാണ് നമ്മളല്ലേ പരസ്പരം എന്തിനാണ് അസൂയ, കുശുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ്? നമ്മള് ഈ ലോകത്ത് നമ്മൾ തനിച്ചാണ് പിറന്നു വീഴുന്നത് അല്ലെ. നമ്മള് തിരിച്ചു പോകുന്നത്, നമ്മൾ മരിക്കുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ്, ആരും കൂട്ടുണ്ടാവില്ല. ആ ഒരു ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് അല്ലെ. ആ സമയത്ത് എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ ചിന്തിക്കണം. നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നല്ല പ്രവർത്തികൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നും വരില്ല. പക്ഷെ നമ്മളെ മനുഷ്യർ അങ്ങനെയല്ല. നമ്മളുടെ മോണ്ടിസോറിയിൽ തന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്, ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം. ഞാൻ തന്നെ ആയിരിക്കും അത് നിങ്ങൾക്ക് എടുക്കുക. അതിനകത്ത് പലതരത്തിലുള്ള മനസ്സിനെ പ്രതിരോധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പഠിപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ബാക്കി ഞാൻ അന്ന് പറയാം. അപ്പൊ ഇത്തരത്തില് നെഗറ്റീവ് ചിന്ത ഒഴിവാക്കുന്നത് മെന്റൽ ഹെൽത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ചിന്തയുടെ കാര്യം പറഞ്ഞപ്പോൾ പോസിറ്റീവ് തിങ്കിങ്ങിന്റെ കാര്യം കൂടി പറയണമല്ലോ. പോസിറ്റീവ് തിങ്കിങ് ഉള്ള ആളുകളുടെ പ്രത്യേകത എന്താ? പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ അവരെപ്പോ മോട്ടിവേറ്റ് ചെയ്ത് ഹാപ്പി ആയിരിക്കും, നല്ലതിൽ പോട്ടെ, നല്ലതായി വാ, എപ്പോഴും ഹാപ്പി ആയിരിക്കും. നല്ല ഹോപ്പ് ഉണ്ടാവും അല്ലെ. അതെ. എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ അവര് കൂടുതൽ ചിന്തിക്കുന്നത് ആ ജോലിക്ക് പോണ ആൾക്ക് കോൺഫിഡൻസ് കൊടുക്കും. നീ നല്ലതിൽ പോലെ ചെയ്യും, നിനക്ക് നല്ലൊരു വിജയം കിട്ടട്ടെ എന്നൊക്കെ അങ്ങനെ പ്രെയർ ചെയ്യും. അപ്പൊ ഹോപ്പ് ഉണ്ടാവും കൂടുതലായിട്ട്. അപ്പൊ നല്ല രീതിയിൽ അത് നമ്മുടെ ജീവിതത്തിന് ഒരു പോസിറ്റീവ് എനർജിയാണ്. രണ്ട് തരത്തിലുള്ള എനർജി ഉണ്ട് അല്ലെ. ഒന്ന് പോസിറ്റീവ് എനർജി ഉണ്ട്, മറ്റൊന്ന് നെഗറ്റീവ് എനർജി ഉണ്ട്. ഈ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാല് ആളുകളെ മുന്നോട്ട് നയിക്കുന്ന ഒരു എനർജിയാണ്. നമ്മൾക്ക് എല്ലാ കാര്യത്തിലും നമ്മൾക്ക് പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാം നല്ല രീതിയിൽ ചിന്തിക്കുക. അപ്പൊ നമ്മൾക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ നല്ലതാണ് ഉണ്ടാവുക. പക്ഷെ നെഗറ്റീവ് എനർജിയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് രോഗങ്ങളൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവരുടെ ലൈഫില് നല്ലതെന്ന് പറയുന്നത് സംഭവിക്കുന്നത് വളരെ അപൂർവമായിരിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടത് എന്താ? നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ എനിക്കത് കിട്ടും, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കും, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന സമയമൊക്കെ മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക. ഞാൻ നേരത്തെ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആളുകൾക്ക് ഉറക്കം കൂടുതലായിരിക്കും, ചില ആളുകൾക്ക് ഉറക്കം കുറവായിരിക്കും. ഇല്ലേ? ഉണ്ടാവും. ഉറക്കം കൂടുതലുള്ള ആളുകൾ പറഞ്ഞു, ഉറക്കം കുറവുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ. അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. പിന്നെ ചില ആളുകൾക്ക് വിശപ്പ് കൂടുതലായിരിക്കും, ചില ആളുകൾക്ക് വിശപ്പ് കുറവായിരിക്കും. ഇല്ലേ? രണ്ടും ഉണ്ടാവാറുണ്ടോ? ചില സമയത്ത് ഭയങ്കരമായിട്ട് വിശക്കും. ഇല്ലേ? വിശപ്പ് കൂടുതലുള്ള ആളുകളുണ്ട്. ടെൻഷൻ വന്നാൽ പോലും വിശക്കുന്ന ആളുകളുണ്ട്. ടെൻഷൻ വരുമ്പോൾ ഭയങ്കരമായിട്ട് ചില ആളുകൾക്ക് വിശക്കും. അപ്പൊ ഇങ്ങനെ കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ചു തിന്നും അല്ലെ. അതൊക്കെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതെ, അതായത് നമ്മൾ ഇപ്പൊ ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്തു, പക്ഷെ നമ്മളത് പ്രോപ്പറായിട്ട് നമ്മൾ നടപ്പിലാക്കിയില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. പിന്നെ മറ്റുള്ളവരെ കേൾക്കാൻ ബുദ്ധിമുട്ട്. നമ്മൾക്ക് ഏറിയ ആളുകൾക്കും ഉള്ള ഒരു ഇതാണ് എന്താണ്? മറ്റുള്ളവരെ കേൾക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് കേൾക്കില്ല, സമയമില്ല. ഇപ്പൊ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അത് മൈൻഡ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അവര് പറയുന്നത് എന്താണ്? അപ്പൊ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് ശരിയല്ല എന്ന് ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ പറയുന്നത് നീ എന്താ പറഞ്ഞതെന്ന് ഒന്നും കൂടി ചോദിക്കുന്നത്. അങ്ങനെയുള്ള അമ്മമാരില്ലേ? ഉണ്ടോ? കുട്ടികൾ പറയുന്ന കാര്യം കറക്റ്റ് ആയിട്ട് കേൾക്കാത്തത് ഉണ്ട്. അപ്പൊ നമ്മളുടെ ഈ ലോകത്തെന്ന് പറഞ്ഞാൽ കേൾക്കാനും, അതായത് ഒരാളെ കേൾക്കാന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. അയാളുടെ പ്രശ്നം മനസ്സിലാക്കി അയാൾക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കാന്ന് പറഞ്ഞാല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോ കേൾക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് ഇതൊക്കെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. പിന്നെ മറ്റുള്ളവരെ പറ്റി നെഗറ്റീവ് ആയിട്ടുള്ള ധാരണകൾ, അതായത് നമ്മൾ തന്നെ അങ്ങോട്ട് കൽപ്പിച്ചു കൂട്ടും ആളിങ്ങനെയാണ്. ഒരാൾ ചിലപ്പോ ചില വ്യക്തികളെ കണ്ടു കഴിഞ്ഞാല് ചിലപ്പോ ക്രൂരന്മാരായിട്ടൊക്കെ തോന്നും. ഭയങ്കര എന്താ പറയാ, ഇവര് ഭയങ്കര സാധനമാണല്ലോ, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ കണ്ടിട്ട് പേടിയാവുന്നു, അങ്ങനെയൊക്കെ ഉള്ള ചില ആളുകൾ ഉണ്ടാകും. ചിലപ്പോ അല്പം എന്താ പറയാ ഭയങ്കരമായിട്ട്
നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പേടിയും ഒക്കെ പോലെ തോന്നും. അപ്പൊ നമ്മൾ തന്നെ കൽപ്പിച്ചു കൂട്ടും അയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അയാൾ ഇത്രയൊക്കെ അയാളെ കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ തന്നെ എന്ത് ചെയ്യും, മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ കൽപ്പിച്ചു കൂട്ടും ഓരോന്ന്. അപ്പൊ മറ്റുള്ളവരെ പറ്റിയുള്ള നെഗറ്റീവ് ധാരണകൾ അതും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയും. അതെങ്ങനെയാ? ഇപ്പൊ നമ്മള് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. പാത്രം കഴുകി നമ്മൾ വെച്ചു, വീണ്ടും നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ കഴുകിയ പാത്രം തന്നെ വീണ്ടും കഴുകുവാണ്. അതിനുശേഷം വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കഴുകുന്നു. ഇതെന്താ ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്യുന്നതാ. ചില കാര്യങ്ങളുണ്ട്, അതായത് ചില ജോലികളാവട്ടെ അല്ലെങ്കിൽ മറ്റ് നമ്മൾക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളാവട്ടെ, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇതും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കും. എന്താ? അതെ അതെ, യെസ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിനെ സാരമായിട്ട് ബാധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി പറയണം എന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ക്ലാസ്സിന്റെ സമയം തീർന്നു. നമുക്ക് നാളെ കാണാം കേട്ടോ. ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആണോ? മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. സൈൻ ഔട്ട് ആരാണ്? സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഇല്ല, സൈൻ ഔട്ട് ഇല്ല. ഞാൻ പറയാം മിസ്. ഇന്ന് ക്ലാസ് എടുത്ത അപർണ അശ്വതി മിസ്സിന്, ക്ലാസ് നന്നായിട്ട് കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അതും അപർണ മിസ്സിന്റെ ക്ലാസ്, അശ്വതി മിസ്സിന്റെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിരുന്നു. അപ്പോൾ താങ്ക് യു ടു ആൾ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നാളെ കാണാം കേട്ടോ. ഇനി ബൈ. താങ്ക് യു മിസ്.